മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിലെ 1 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ജറുസലമിൽ നിന്നു ഫരിസേയരും നിയമജ്ഞരും യേശുവിന്റെ അടുത്തുവന്നു പറഞ്ഞു, നിന്റെ ശിഷ്യന്മാര് പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നതെന്തുകൊണ്ട്? ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പ് അവര് കൈകഴുകുന്നില്ലല്ലോ. അവന് മറുപടി പറഞ്ഞു, നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ പേരില് നിങ്ങള് ദൈവത്തിന്റെ പ്രമാണം ലംഘിക്കുന്നതെന്തുകൊണ്ട്? പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയോ മാതാവിനെയോ അധിക്ഷേപിക്കുന്നവൻ മരിക്കണം എന്നു ദൈവം കൽപ്പിച്ചിരിക്കുന്നു. എന്നാല് നിങ്ങള് പറയുന്നു, ആരെങ്കിലും തന്റെ പിതാവിനോട്ടോ മാതാവിനോട്ടോ എന്നിൽ നിന്നു നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വഴിപാടായി നൽകിക്കഴിഞ്ഞു എന്നു പറഞ്ഞാല് പിന്നെ അവന് അവരെ സംരക്ഷിക്കേണ്ടതില്ല എന്ന്. ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിനുവേണ്ടി ദൈവവചനത്തെ നിങ്ങള് വ്യർത്ഥമാക്കിയിരിക്കുന്നു. കപടനാട്യക്കാരെ, യേശയ്യ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാല് അവരുടെ ഹൃദയം എന്നിൽ നിന്നു വളരെ അകലെയാണ്. അവര് മാനുഷിക നിയമങ്ങള് പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. അവന് ജനങ്ങളെ തന്റെ അടുത്തു വിളിച്ചു പറഞ്ഞു, നിങ്ങള് കേട്ടു മനസ്സിലാക്കുവിന്. വായിലേക്കു പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്നു വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാര് അടുത്തുവന്നു പറഞ്ഞു, ഈ വചനം ഫരിസേയർക്ക് ഇടർച്ചയുണ്ടാക്കിയെന്ന് നീ അറിയുന്നുവോ? അവന് മറുപടി പറഞ്ഞു, എന്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതുമാറ്റപ്പെടും. അവരെ വിട്ടേക്കൂ, അവര് അന്ധരെ നയിക്കുന്ന അന്ധരാണ്. അന്ധന് അന്ധനെ നയിച്ചാല് ഇരുവരും കുഴിയില് വീഴും. ഈ ഉപമ ഞങ്ങൾക്കു വിശദീകരിച്ചു തരണമേ എന്നു പത്രോസ് അപേക്ഷിച്ചു. അവന് ചോദിച്ചു, നിങ്ങൾ ഇപ്പോഴും ഗ്രഹണശക്തിയില്ലാത്തവരാണോ? വായില് പ്രവേശിക്കുന്നവ ഉദരത്തിലേക്കു പോകുന്നെന്നും അവിടെ നിന്ന് അതു വിസർജിക്കപ്പെടുന്നെന്നും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? എന്നാല് വായിൽ നിന്നു വരുന്നത് ഹൃദയത്തില് നിന്നാണു പുറപ്പെടുന്നത്. അതു മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ദുശ്ചിന്തകള്, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തില് നിന്നാണ് പുറപ്പെടുന്നത്. ഇവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് ആരെയും അശുദ്ധനാക്കുന്നില്ല. യേശു അവിടെ നിന്നു പുറപ്പെട്ട് ടൈര്, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്തുനിന്ന് ഒരു കാനാൻകാരി വന്നു കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നില് കനിയണമേ. എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാല് അവന് ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാര് അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവള് നമ്മുടെ പിന്നാലെ വന്നു നിലവിളിക്കുന്നല്ലോ. അവന് മറുപടി പറഞ്ഞു, ഇസ്രായേല് ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കു മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാല് അവള് അവനെ പ്രണമിച്ച് കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവന് പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് ഉചിതമല്ല. അവള് പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യമാനന്മാരുടെ മേശയില് നിന്നു വീഴുന്ന അപ്പക്കഷണങ്ങള് തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നതുപോലെ നിനക്കു ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. യേശു അവിടെ നിന്നു പുറപ്പെട്ട് ഗലീലിക്കടലിന്റെ തീരത്തുവന്ന് ഒരു മലയില് കയറി അവിടെ ഇരുന്നു. തത്സമയം മുടന്തര്, വികലാംഗര്, അന്ധര്, ഊമര് തുടങ്ങി പലരെയും കൂട്ടിക്കൊണ്ടു വലിയ ജനക്കൂട്ടങ്ങള് അവിടെ വന്ന് അവരെ അവന്റെ കാൽക്കല് കിടത്തി. അവന് അവരെ സുഖപ്പെടുത്തി. ഊമര് സംസാരിക്കുന്നതും വികലാംഗര് സുഖം പ്രാപിക്കുന്നതും മുടന്തര് നടക്കുന്നതും അന്ധര് കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു. അവര് ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായി അവര് എന്നോടുകൂടെയാണ്, അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. വഴിയില് അവര് തളർന്നു വീഴാനിടയുള്ളതിനാല് ആഹാരം നൽകാതെ അവരെ പറഞ്ഞേക്കാന് എനിക്ക് മനസ്സുവരുന്നില്ല. ശിഷ്യന്മാര് ചോദിച്ചു, ഇത്ര വലിയ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താന് വേണ്ടത്ര അപ്പം ഈ മരുഭൂമിയില് എവിടെ നിന്നു കിട്ടും? യേശു അവരോട് ചോദിച്ചു, നിങ്ങളുടെ പക്കല് എത്ര അപ്പമുണ്ട്? അവര് പറഞ്ഞു, 7, കുറെ ചെറിയ മത്സ്യവുമുണ്ട്. ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാന് ആജ്ഞാപിച്ചിട്ട് അവന് 7 അപ്പവും മത്സ്യവും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ശിഷ്യന്മാര് അതു ജനക്കൂട്ടങ്ങൾക്ക് വിളമ്പി. അവര് ഭക്ഷിച്ചു തൃപ്തരായി. ബാക്കി വന്ന കഷണങ്ങള് 7 കുട്ടനിറയെ അവര് ശേഖരിച്ചു.
ഭക്ഷിച്ചവര് സ്ത്രീകളും കുട്ടികളും ഒഴികെ 4000 പുരുഷന്മാരായിരുന്നു. ജനക്കൂട്ടത്തെ പറഞ്ഞിച്ചിട്ട് അവന് വഞ്ചിയില് കയറി മഗധാന പ്രദേശത്തേക്കു പോയി.